സമ്പാദിക്കുന്ന 100-ൽ നിന്ന് 30 എങ്ങോട്ട് പോകുന്നു? നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ചോർത്തുന്ന ഈ ശക്തികളെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. ധനകാര്യ ലോകം വളരെ സങ്കീർണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇന്ന് വെറും 10 മിനിറ്റിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ A to Z പഠിക്കാൻ പോവുകയാണ്. ഇതിൽ നികുതി, ബാങ്കുകൾ, പലിശ, പണപ്പെരുപ്പം, മാന്ദ്യം, സിബിൽ സ്കോർ, കറൻസി, നിക്ഷേപം, മൂല്യം, സമയം എന്നിവയെക്കുറിച്ച് സംസാരിക്കും. ഒരൊറ്റ വീഡിയോയിൽ സമ്പത്തിൻ്റെ രഹസ്യങ്ങൾ. ആദ്യമായി നികുതി അഥവാ ടാക്സിനെ പറ്റി പറയാം. മാസാവസാനം അക്കൗണ്ടിൽ വരുന്ന സാലറി തുകയിൽ നിന്ന് കുറയുന്ന തുകയാണ് നികുതി. നിങ്ങൾ അറിയാതെ സർക്കാർ ഇത് നിങ്ങളുടെ പേരിൽ പിടിക്കുന്നു. അതാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് നമ്മുടെ നാടിൻ്റെ ചിലവിന് വേണ്ടി ഉപയോഗിക്കുന്നു. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ ഇതിനൊക്കെ വേണ്ടിയാണ് ഈ പണം. പ്രധാനമായും 3 തരം നികുതിയുണ്ട്. ആദായ നികുതി, GST, മൂലധന നേട്ട നികുതി. ഇവ കൂടാതെ മറ്റു പല നികുതികളിൽ പെട്ട ഒന്നാണ് PF അഥവാ പ്രൊവിഡന്റ് ഫണ്ട്. ഇത് നിങ്ങളുടെ വിരമിക്കലിനായി സർക്കാർ നിർബന്ധിച്ച് ലാഭിക്കുന്ന രീതിയാണ്. പിന്നെയുള്ളത് കെട്ടിട നികുതിയും ഭൂനികുതിയും. ഇവ നിങ്ങളുടെ ആസ്തിയെ സംബന്ധിച്ച നികുതികളാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ടാക്സ് ഫയലിംഗ് കൃത്യമായി ചെയ്തില്ലെങ്കിൽ വലിയ പിഴ അടയ്ക്കേണ്ടി വരും. അടുത്തതായി ബാങ്കുകളെ പറ്റി പറയാം. നിങ്ങൾ ബാങ്കിൽ പോകുന്നു, ക്യാഷ്യർക്ക് പണം നൽകുന്നു. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വിചാരിക്കും, സെക്യൂരിറ്റി ഗാർഡ് കാവൽ നിൽക്കുന്ന നിലവറയിൽ എൻ്റെ ഗൾഫ് പണം സുരക്ഷിതമായി ഇരിപ്പുണ്ടാവും. എന്നാൽ സത്യത്തിൽ ആ പണം പോയി കഴിഞ്ഞു. മിക്ക ആളുകളും ബാങ്കുകളെ കരുതുന്നത് പണം സൂക്ഷിക്കാനുള്ള വലിയ സേഫ് ആയിട്ടാണ്. എന്നാൽ സത്യത്തിൽ ബാങ്കുകൾ ഒരു ഇടനിലക്കാരൻ അഥവാ വായ്പാദാതാവ് മാത്രമാണ്. നിങ്ങൾ 1 ലക്ഷം നിക്ഷേപിക്കുമ്പോൾ ആ പണം ബാങ്ക് മറ്റൊരാൾക്ക് ലോൺ കൊടുക്കുകയാണ്. ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ് എന്ന തത്വമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് മൊത്തം തുകയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ബാങ്ക് കരുതൽ ധനമായി വയ്ക്കും, ബാക്കി ലോൺ നൽകും. എല്ലാവരും ഒരേ സമയം പണം പിൻവലിക്കാൻ വരില്ല എന്ന ധാരണയിലാണ് ഈ സിസ്റ്റം നിലനിൽക്കുന്നത്. ഈ സിസ്റ്റം ബാങ്കുകൾക്ക് ലാഭവും നിങ്ങളുടെ പണത്തിന് സുരക്ഷിതത്വവും നൽകുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 3% പലിശ നൽകുന്നു എന്ന് വിചാരിക്കുക. ബാങ്കുകൾ ലോണിന് 9% പലിശ വാങ്ങുന്നു. 6% ബാങ്കുകളുടെ ലാഭം. നിങ്ങളുടെ ബാങ്ക് നിക്ഷേപം DICGC വഴി സുരക്ഷിതമാണ്. അതുകൊണ്ട് ബാങ്കിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പണം ഒരു പരിധിവരെ തിരികെ കിട്ടും. അടുത്തതായി പലിശയെപ്പറ്റി സംസാരിക്കാം. പലിശ അഥവാ ഇൻട്രസ്റ്റ് എന്നാൽ മറ്റൊരാളുടെ പണം ഉപയോഗിക്കുന്നതിനുള്ള വാടകയാണ്. നിങ്ങളൊരു ലോൺ എടുക്കുമ്പോൾ അതൊരു നഷ്ടമാണ്. പക്ഷെ FDയിലാവട്ടെ പണമിടുമ്പോൾ അതൊരു സമ്മാനമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ. നിങ്ങൾ നിക്ഷേപിച്ച തുകയ്ക്ക് പലിശ കിട്ടുന്നു. അടുത്ത തവണ പലിശയും മുതലും ചേർന്ന തുകയ്ക്ക് മുകളിൽ വീണ്ടും പലിശ കിട്ടും. അതായത് പണം സ്വയം പെരുകുന്നു. മുന്നറിയിപ്പ്: ക്രെഡിറ്റ് കാർഡ് ഓർ വ്യക്തിഗത ലോൺ അടയ്ക്കാൻ വൈകിയാൽ ആ പിഴത്തുകയ്ക്ക് മുകളിൽ വീണ്ടും പലിശ വരും. അത് വലിയ സാമ്പത്തിക ഭാരമാകും. ചിട്ടിയിൽ ചേരുന്നത് പോലെ നിക്ഷേപം മുടക്കരുത്. കൂട്ടുപലിശ നിക്ഷേപത്തിൽ നിങ്ങളുടെ ഏറ്റവും നല്ല തൊഴിലാളിയും കടത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമാണ്. അടുത്തതായി പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരു കവർ പാൽ വാങ്ങാൻ പോകുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 5 രൂപ കൂടുതലാണ്. പണപ്പെരുപ്പം ബാധിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. പണത്തിന് പതുക്കെ മൂല്യം കുറയുന്നതാണ് പണപ്പെരുപ്പം. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 100 രൂപയ്ക്ക് മുൻപ് കിട്ടിയിരുന്ന അത്രയും തേങ്ങ ഇപ്പോൾ കിട്ടുന്നില്ല. ഇതിന് കാരണം ഡിമാൻഡ് സപ്ലൈ പ്രശ്നമാണ്. വിപണിയിൽ പണം കൂടുതലുണ്ട്, പക്ഷെ ഉൽപ്പന്നങ്ങൾ കുറവാണ്. അപ്പോൾ സാധനങ്ങളുടെ വില കൂടും. കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കാം. കേരളത്തിൽ ഗൾഫ് മണി കൂടുതൽ ഒഴുകിയെത്തുമ്പോൾ ആളുകളുടെ കയ്യിൽ പണം കൂടും. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കും. ചിലപ്പോൾ വെള്ളപ്പൊക്കം പോലുള്ള കാരണങ്ങളാൽ കൃഷി നശിക്കുമ്പോൾ സപ്ലൈ കുറയുന്നത് വിലക്കയറ്റത്തിന് കാരണമാകും. പണപ്പെരുപ്പത്തെ ചെറുക്കാൻ RBI ആണ് പ്രധാനമായി ഇടപെടുന്നത്. അവർ റിപ്പോ നിരക്ക് പോലുള്ള പലിശ നിരക്കുകൾ കൂട്ടുന്നു.
അപ്പോൾ ലോൺ എടുക്കാൻ ആളുകൾക്ക് ചിലവേറുന്നു. ആളുകൾ ചെലവഴിക്കുന്നത് കുറച്ച് വിപണി തണുക്കും. അടുത്തതായി സാമ്പത്തിക മാന്ദ്യം അഥവാ റിസഷനെ പറ്റി നോക്കാം. കുറഞ്ഞത് 6 മാസത്തേക്ക് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ GDP കുറയുമ്പോൾ സംഭവിക്കുന്നതാണ് മാന്ദ്യം. ഒരു ദിവസം നിങ്ങൾ സന്തോഷവാനാണ്, ജോലിയുണ്ട്. പെട്ടെന്ന് നിങ്ങൾ കാണുകയാണ് കൂട്ട പിരിച്ചുവിടലുകൾ അല്ലെങ്കിൽ ഓഹരി വിപണി താഴേക്ക് പോകുന്നത്. ഇതൊക്കെ റിസഷൻ കാരണം സംഭവിക്കുന്നതാണ്. മാന്ദ്യം സംഭവിക്കുന്നത് പല കാരണങ്ങളാലാകാം. ഉയർന്ന പലിശ നിരക്കുകൾ, ആഗോള പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ സാമ്പത്തിക ചക്രം അതിൻ്റെ ജോലി ചെയ്യുന്നതാവും. അതായത് ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ ഒരു ഇറക്കവും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ബൂം അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഒരു കൊളാപ്സ് അല്ലെങ്കിൽ ബസ്റ്റ് ഉണ്ടാവണമല്ലോ. അടുത്തതായി നമുക്ക് സിബിൽ സ്കോറുകളെ പറ്റി നോക്കിയാലോ. നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക സാധ്യതകളെ നിർവചിക്കുന്ന 3 അക്ക സംഖ്യയാണ് സിബിൽ സ്കോർ. ഈ സ്കോർ നിങ്ങളുടെ സാമ്പത്തിക വിശ്വാസ്യത എത്രയുണ്ടെന്ന് പറയുന്നു. ബാങ്കുകൾ ലോൺ തരുന്നതിന് മുമ്പ് ഈ സ്കോറാണ് ആദ്യം നോക്കുക. 750ൽ കൂടുതൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പലിശയിൽ വേഗത്തിൽ ലോൺ കിട്ടും. സ്കോർ കുറവാണെങ്കിൽ ലോൺ നിരസിക്കപ്പെടുകയോ ഉയർന്ന പലിശ നൽകേണ്ടി വരികയോ ചെയ്യാം. സിബിൽ സ്കോർ കണക്കാക്കുന്നതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് ഹിസ്റ്ററി. അതായത് നമ്മൾ കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. ലഭ്യമായ ക്രെഡിറ്റിൻ്റെ എത്ര ഭാഗം ഉപയോഗിക്കുന്നു. മൂന്നാമത്തത് ക്രെഡിറ്റിൻ്റെ പഴക്കം. അതായത് അക്കൗണ്ടുകൾ എത്ര കാലമായി എന്നുള്ളത്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒരു വളർത്തു നായയെ പോലെയാണ്. അതിനെ അവഗണിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിച്ചാൽ ഒരു ദിവസം ഒരു വീട് വാങ്ങാൻ വരെ അത് നിങ്ങളെ സഹായിക്കും. അടുത്തതാണ് മക്കളെ നമ്മളുടെ മെയിൻ സാധനം, കറൻസി അഥവാ പണം. ഇത് സത്യത്തിൽ ഒരു ധാരണ മാത്രമാണ്. ഒരു 500 രൂപ നോട്ടും ഒരു മരക്കമ്പും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ നമ്മൾ അതിന് മൂല്യം കൽപ്പിച്ചു, അതുകൊണ്ട് അതിന് മൂല്യമുണ്ടായി. പണത്തിന് മൂല്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം കാലം അതിന് മൂല്യമുണ്ടാകും. RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യുകയും വിതരണം നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. പണത്തിൻ്റെ ലഭ്യത നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ വരും. അതായത് പണം ചാക്കിൽ കൊണ്ടുപോയി ഒരു ബ്രെഡ് വാങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് RBI പണത്തിൻ്റെ അളവിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് നമുക്ക് നിക്ഷേപത്തെ പറ്റി നോക്കാം, അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപം എന്നാൽ നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യാൻ തുടങ്ങുന്ന പ്രക്രിയയാണ്. പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാനുള്ള ഏക വഴി നിക്ഷേപം മാത്രമാണ്. നിങ്ങൾക്ക് ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കാം. നിക്ഷേപം എന്നാൽ ഭാഗ്യമല്ല. നേരത്തെ തുടങ്ങുക, പലയിടത്തായി നിക്ഷേപിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. കോമ്പൗണ്ട് വളർച്ചയ്ക്ക് 30 വർഷം സമയം കൊടുത്താൽ സാധാരണക്കാരനും കോടീശ്വരനാകാം. ഇനി നമുക്ക് മൂല്യം അഥവാ വാല്യൂവിനെ പറ്റി നോക്കാം. നിങ്ങളൊരു കട്ടിയുള്ള പാറക്കല്ല് പോലൊരു വസ്തു എടുത്തു എന്ന് വിചാരിക്കുക. അതൊരു പാറക്കല്ല് മാത്രമാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് കളയും. അതിനൊരു മൂല്യവും ഉണ്ടാവില്ല. അതേസമയം അത് സ്വർണമാണെങ്കിലോ, നിങ്ങൾ എത്രത്തോളം സമൂഹത്തിന് മൂല്യം നൽകുന്നുവോ അത്രത്തോളം പണം ഉണ്ടാക്കും. ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ പാലം പണിയുമ്പോൾ അവർ വലിയ മൂല്യമാണ് നൽകുന്നത്. ലൂയിസ് വിറ്റൻ പോലുള്ള ബ്രാൻഡുകൾക്ക് വലിയ വിലയിടാൻ കഴിയുന്നതും ആളുകൾ ആ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥ മൂല്യമല്ലെങ്കിലും ആളുകളെ മൂല്യമുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കും പണം ഉണ്ടാക്കാം. ദി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, അതെ, സമയം അഥവാ ടൈം. സമയം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ആസ്തിയാണ്. മിക്ക ആളുകളും ജോലി ചെയ്തത് തങ്ങളുടെ സമയമനുസരിച്ച് പണം വാങ്ങുന്ന രീതിയിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവർ തങ്ങളുടെ സമയമനുസരിച്ച് കോടിക്കണക്കിന് രൂപ മൂല്യമുണ്ടാക്കാൻ പഠിച്ചവരാണ്. നിക്ഷേപത്തിൽ സമയത്തേക്കാൾ വലിയ ശക്തിയില്ല. കാരണം സമ്പത്ത് ഉണ്ടാക്കുന്നത് ദിവസങ്ങൾ കൊണ്ടല്ല, പതിറ്റാണ്ടുകൾ കൊണ്ടാണ്. ഒരു നിക്ഷേപം വളരുമ്പോൾ അത് ഇരട്ടിക്കുന്നു. സിബിൽ സ്കോർ 800 മുകളിലാക്കാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് അറിയണോ? അതോ
കൂട്ടുപലിശയുടെ മാജിക് ഉപയോഗിച്ച് 1 കോടി എങ്ങനെ ഉണ്ടാക്കാം എന്നറിയണം? താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലേത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അടുത്തൊരു വിശദമായ വീഡിയോ വേണ്ടതെന്ന് പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.